ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിലെല്ലാം ഇടം പിടിച്ചിരിക്കുന്നത്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം സാന്നിധ്യമാണ് ശ്രദ്ധേയമാകുന്നത്. രണ്ട് മുസ്ലിം നേതാക്കളാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മേവാത് മേഖലയിലെ ഫിറോസ്പൂർ ജിർക്ക, പുനഹാന എന്നീ രണ്ട് സീറ്റുകളാണ് ബി.ജെ.പിക്ക് വേണ്ടി പാർട്ടിയിലെ മുസ്ലിം നേതാക്കൾ മത്സരിക്കുന്നത്. ഫിറോസ്പൂർ ജിർക്കയിൽ നസീം അഹമ്മദും പുനഹാനയിൽ ഐസാസ് ഖാനുമാണ് മത്സരിക്കുന്നത്. 2019 പാർട്ടി രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു. എന്നാൽ ആരും വിജയിച്ചിരുന്നില്ല. അതേസമയം കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് ഫിറോസ്പൂർ ജിർക്കയും അതുപോലെ തന്നെ പുനഹാനയും. അതേസമയം രണ്ട് മന്ത്രിമാരെയും സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ മോഹൻലാൽ ബദോലിയും ഉൾപ്പെടെ 7 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ബി.ജെ.പി രണ്ടാം ഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രിയും ബദ്ഖൽ MLA-യുമായ സീമ ത്രിഖയെ, ആരോഗ്യമന്ത്രിയും ബാവൽ MLA-യുമായ ബൻവാരിലാൽ എന്നിവരാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട MLA-മാർ. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാണ് ത്രിഖ എന്നത് വളരെ ശ്രദ്ധേയമാണ്. 2019-2014 തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം ബദ്ഖൽ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ വിജയ് പ്രതാപ് സിംഗ്, മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്നിവരെ പരാജയപ്പെടുത്തിയാണ് അവർ നിയമസഭയിലേക്ക് എത്തിയത്. ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് മോഹൻലാൽ ബദോലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോനിപത്ത് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സത്പാൽ ബ്രഹ്മചാരിയോട് 21,800 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ബദോലിയെ ഹരിയാനയിലെ പാർട്ടി അധ്യക്ഷനായി നിയമിക്കുന്നത്. ജുലാന സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒളിമ്പ്യനുമായ വിനേഷ് ഫോഗട്ടിനെ നേരിടാൻ ബി.ജെ.പി രംഗത്തിറക്കിയിരിക്കുന്നത് ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയാണ്. അതേസമയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള 87 സ്ഥാനാർത്ഥികളിൽ 17 SC, 16 ജാട്ട്, 19 OBC, 5 രജപുത്ര, 11 പഞ്ചാബി, 11 ബ്രാഹ്മൺ, 5 വൈശ്യർ, 2 മുസ്ലിമുകൾ, 1 സിഖ് എന്നിങ്ങനെയാണ് ബി.ജെ.പിയുടെ ജാതി സാമുദായിക സമവാക്യങ്ങൾ. കഴിഞ്ഞയാഴ്ച 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി.ജെ.പിയിൽ വലിയ അതൃപ്തിയുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം രണ്ടാം ലിസ്റ്റും പാർട്ടിയിൽ അതൃപ്തി സൃഷ്ടിച്ചു. സംസ്ഥാന യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം ശിവകുമാർ മേത്ത പാർട്ടിയിൽ നിന്നുള്ള രാജി പ്രഖ്യാപിച്ചു. നോർനോൾ സീറ്റിൽ നിന്നുള്ള ടിക്കറ്റ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഓം പ്രകാശ് യാദവിനെയാണ് ഇവിടെ ബി.ജെ.പി മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നുവെന്നും വിരുദ്ധ ആശയങ്ങളുള്ള ആളുകളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് സംസ്ഥാന ബി.ജെ.പി വക്താവ് സത്യവ്രത് ശാസ്ത്രിയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരുന്നു. എന്നാൽ അതേസമയം പല പ്രതിപക്ഷ ആരോപണങ്ങൾക്കുമുള്ള മറുപടി പോലെയായിരുന്നു ബി.ജെ.പി ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ രണ്ട് മുസ്ലിം നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ വർഗീയ ആരോപണങ്ങളെയും ബി.ജെ.പി ചെറുത്തു നിൽക്കുന്നതാണ്. കോൺഗ്രസിന് സ്വാധീനമുള്ള 2 മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണ് ബി.ജെ.പി രണ്ട് മുസ്ലിം നേതാക്കളെ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. ഇതിലൂടെ കോൺഗ്രസിന്റെ ശക്തമായ 2 മണ്ഡലങ്ങൾ കൂടി ബി.ജെ.പിക്ക് സ്വന്തമാക്കാനാകും എന്ന പ്രതീക്ഷയാണ് ഇവിടെ വെളിവായിരിക്കുന്നത്.